ചെയർമാൻ പ്രിയങ്കരനായ ശ്രീ മുൻ MLA പ്രിയപ്പെട്ട ശ്രീ ജോണി നെല്ലൂർ, സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയുടെ ജനതാദൾ സംസ്ഥാന സെക്രട്ടറി പ്രിയമുള്ള ദാമോദരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള സംസ്ഥാന UDF നേതൃത്വത്തിലെ പ്രമുഖ നേതാക്കൾ തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കണ്ണുനീരും മാത്രം സംഭാവന ചെയ്ത ഒരു സർക്കാരിനെ കടപുഴക്കി എറിയുവാനുള്ള കേരള ജനതയുടെ വികാരപരമായ വൈകാരികമായ ഒരു മുന്നേറ്റമാണ് ഈ ജാഥയിലുടനീളം ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ജാഥയോടൊപ്പം സ്ഥിരാംഗങ്ങളായി പങ്കെടുക്കുന്ന നിരവധി നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. എല്ലാവർക്കും പറയുവാനുള്ള അനുഭവങ്ങളുണ്ട്. ഈ ജാഥ അത്രമാത്രം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജാഥയാണ്. നിമിഷങ്ങൾക്കകം നമ്മുടെ നേതാവ് ഉമ്മൻചാണ്ടി ഈ എത്രമാത്രം ബുദ്ധിമുട്ടുകളും എത്രമാത്രം കഷ്ടപ്പാടുകളും നിറഞ്ഞ ജനങ്ങളുടെ എത്രയോ വികാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഐക്യകേരളം ഉണ്ടായതിനു ശേഷം 1957 മുതൽ ഇന്ന് വരെ നിരവധി പ്രാവശ്യം കമ്മ്യൂണിസ്റ്റുകാരുടെ ഗവൺമെന്റുകൾ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഇത്രയധികം അപഹാസ്യമായ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ അത് ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ ചരിത്രത്തിൽ പോലും ഇത്രയധികം കേരളത്തിലുള്ള നീതി പുലർത്താത്ത വികസന രംഗത്ത്, സാമൂഹ്യമായ വികസന രംഗത്ത് തലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്നേഹിതന്മാരും മുൻപോട്ട് നടന്നു പോകണം എന്ന് വിനയം ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സഞ്ചരിക്കുന്ന വാഹനം ഈ വേദിക്കടുത്തേക്ക് കടത്തിവിടാൻ തക്കവണ്ണം മുഴുവൻ സ്നേഹിതന്മാരും സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് വിനയം ഓർമ്മപ്പെടുത്തുന്നു. ഈ സമ്മേളന നഗരിയിലൂടെ പരിമിതമായ സൗകര്യങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി ഈ യോഗം ഭംഗിയായി നടത്തിയെടുക്കുവാൻ ജനാധിപത്യ മുന്നണിയുടെ ഒന്നും അച്യുതാനന്ദനിൽ നിന്നും കോടിയേരിയിൽ നിന്നും ഡോക്ടർ ഐസക്കിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇവരെ പിടിച്ച് പുറത്താക്കാൻ കഴിഞ്ഞ 4.5 വർഷക്കാലമായി കേരളത്തെ പരിച്ചു മുട്ടിച്ച് വഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവഞ്ചകന്മാരെ, ജനദ്രോഹികളെ, ഇവരെ ജനങ്ങളുടെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇവരെ വിസ്തരിച്ചവർക്ക് വിധി കൊടുക്കുവാൻ, ഇവരെ ശിക്ഷിക്കുവാൻ ജനകീയ കോടതിയിൽ ഇവരെ ശിക്ഷിക്കുവാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. ഇതിനുശേഷം സ്നേഹിതരെ, ഇവിടെ ഒരു വലിയ യുദ്ധത്തിലേക്ക് നമ്മൾ കിടക്കുക, കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക്. ഇവരെന്ത് ചെയ്തു എന്ന് ഞാൻ ചോദിക്കട്ടെ. കേരളത്തിൽ 4.5 വർഷക്കാലമായി ഏതെങ്കിലും ഒരു ജനകീയ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ MLA ശ്രീ മോൻസ് ജോസഫ്, പ്രിയപ്പെട്ട കെ മാണി സാർ, ശ്രീ ജോസ് കെ മാണി MP, ശ്രീ KC ജോസഫ് MLA, ശ്രീ സ്റ്റീഫൻ ജോർജ്, ശ്രീ PM മാത്യു, UDF ജില്ലാ ചെയർമാൻ അഗസ്ത്യ സാർ, മോചനയാത്രയെ സ്വീകരിച്ച, മോചനയാത്രയ്ക്ക് വൻപിച്ച വരവേൽപ്പ് നൽകിയ കടുത്തുരുത്തിയിലെ പ്രബുദ്ധരായ UDFന്റെ പ്രവർത്തകർക്ക് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. ജനുവരി 10-ാം തീയതി മഞ്ചേശ്വരത്തെ ഉപ്ലയിൽ തുടങ്ങി 80ാമത്തെ നിയോജക മണ്ഡലം കടുത്തുരുത്തിയിൽ എത്തുമ്പോൾ മോചനയാത്രയുടെ പ്രത്യേകത ഈ ജനപങ്കാളിത്തം തന്നെയായി. ഉപ്പള മുതൽ കടുത്തുരുത്തി വരെ ഒന്നൊന്നിന് വേദം എന്ന് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ ജനപങ്കാളിത്തമാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഇതിനുശേഷം വൈക്കം നിയോജക മണ്ഡലത്തിൽ ഉണ്ട്. അതിനുശേഷം ആലപ്പുഴ ജില്ലയിലേക്ക് 2 മണിയോടുകൂടി ചെന്നെത്തേണ്ടതാണ്. അത് മാത്രമല്ല, നട്ടുച്ചയ്ക്ക് മണിക്കൂറുകളോളം നിങ്ങൾ ഏറ്റവും ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ വാക്കുകൾ ശ്രവിക്കുവാൻ വേണ്ടിയാണ്
നിങ്ങൾ നിൽക്കുന്നത് എന്നെനിക്കറിയാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനുവരി മാസം 10-ാം തീയതി കാസർഗോഡ് ജില്ലയിൽ ഉപ്പളയിൽ നിന്ന് ആരംഭിച്ച ഈ ചൈത്രയാത്ര ഇന്ന് എത്തിയപ്പോൾ 80 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ യാത്ര ആരംഭിച്ചപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് ഇത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ യാത്ര. സ്നേഹിതരെ, നമുക്കറിയാം, കഴിഞ്ഞ 4.25 വർഷക്കാലമായി ഇടതുപക്ഷ സർക്കാർ നടത്തിവരുന്ന ദുർഭരണത്തിനെതിരെയുള്ള ഈ ജനസമൂഹത്തിന്റെ രോക്ഷവും പ്രതിഷേധവും പിടിപ്പിക്കുവാനുള്ള ഒരു യാത്രയാണ്. നടന്ന സ്വീകരണ സമ്മേളനങ്ങൾ നട്ടുച്ചയ്ക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് നടന്നതിൽ ഏറ്റവും ഗംഭീരമായിരിക്കുന്നു കടുത്തുരുത്തിയിലെ സ്വീകരണം. എല്ലാവർക്കും എന്റെ ആശംസകൾ. പറവയ്ക്ക് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിന് കോട്ടയം ജില്ല സംഭാവന നൽകിയ ആദ്യ മുഖ്യമന്ത്രിയും രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവും UDFന്റെ ചെയർമാനും ഈ ജാഥയുടെ നായകനും ഭാവിയുടെ മുഖ്യമന്ത്രിയുമായ ശ്രീ ഉമ്മൻചാണ്ടി സാറിനും 44 കൊല്ലമായി കേരള നിയമസഭയിൽ പാലായെ പ്രതികരിക്കുന്ന കോട്ടയം ജില്ലയുടെ അഭിമാനമായ അധ്വാനവർഗത്തിന്റെ പടനായകൻ KM മാണി സാറിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. പ്രസംഗം എന്ന അഭിവേഗത്തിൽ നിന്ന് ഞാൻ വിനയപൂർവ്വം പിന്മാറുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.